നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ, വാർത്തകളിൽ കാണുന്ന വിഷയങ്ങൾ, ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറഞ്ഞാൽ, വാർത്ത എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു വിഷയം, പലസ്തീന് മേലുള്ള യുദ്ധം ഇസ്രായേൽ നിർത്തുന്നു എന്നുള്ള വാർത്ത. അവിടെ വലതുപക്ഷ തീവ്ര പാർട്ടികൾ എതിർത്തുവെങ്കിലും അത് ഇസ്രായേലിന്റെ മന്ത്രിസഭ പൂർണ്ണമായി അംഗീകരിച്ചു. അതിന് പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. ഏറ്റവും നമുക്ക് ഇന്ന് നമ്മുടെ നാടുകളിലുള്ള, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള, നമ്മുടെ പഞ്ചായത്തുകളിലുള്ള വിഷയം ചർച്ച ചെയ്യണം. വാട്സപ്പുകളിൽ ഏറ്റവും ഹാസ്യവുമായും അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമായും ചിലർ അതിനെ കോമഡിയാക്കി കാണുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ എൻ്റെ നാട്ടിൽ പ്രധാനപ്പെട്ട വിഷയം ടോൾ ഗേറ്റിൻ്റെ വിഷയമാണ്. ടോൾ ഗേറ്റിൽ നമുക്ക് പ്രാദേശികവാസികൾക്ക് സൗജന്യമായി നൽകണം. ഇപ്പോൾ തുടങ്ങിയ 2017 ഒരു ആക്ഷൻ കമ്മിറ്റി എന്ന് രൂപീകരിച്ചിരുന്നു. ആ ആക്ഷൻ കമ്മിറ്റി മിനിയാന്ന് 2 ആഴ്ച മുൻപ് അവിടെ സമരം നടത്തിയിരുന്നു, ടോൾ ഗേറ്റിൽ തലപ്പാടിയിൽ. ആ സമരത്തിൽ എല്ലാവരും പങ്കെടുത്തിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികൾ പങ്കെടുത്തിരുന്നു. ചെറിയ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പങ്കെടുത്തിരുന്നെങ്കിൽ ആ പാർട്ടിയാണ് പങ്കെടുത്തത് എന്നാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അങ്ങനെ ആ പാർട്ടിയിൽ ഒരാൾ വന്നു എന്ന് അവരെ കളിയാക്കേണ്ട ആവശ്യമില്ല. ഇനി എത്ര പേര് വന്നാലും സമരം ചെയ്യുന്നത് ജനകീയ വേദിയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചാൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കളിയാക്കിയാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിൽ ചിലപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പലരും ഉണ്ടാകും. ചിലപ്പോൾ ഈ നവയുഗയിലെ സ്റ്റാഫ് ആയിരിക്കും അതിലുള്ളത്. കാരണം ഒരു ലിങ്ക് അയക്കുമ്പോൾ അതിൽ എല്ലാവർക്കും ചേരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഴിചാറുമ്പോൾ, വിമർശിക്കുമ്പോൾ അതൊക്കെ അവർ മനസ്സിലാക്കി നമ്മളുടെ അനൈക്യം അവിടെ ചർച്ച ചെയ്യുകയും അത് കിട്ടാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നായി എന്താണ് പറയുന്നത്, അത് ഗവൺമെന്റ് പറയുന്ന, നമ്മുടെ ഭരണഘടന പറയുന്നത് പോലെ ഒരു മന്ത്രിസഭ അംഗീകരിച്ച ഒരു വിഷയമാണ് അവിടെ നമ്മൾക്ക് എല്ലാ ടോൾ ഗേറ്റുകളിലും അത് പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് നായ് ഇത്ര കിലോമീറ്റർ ഫ്രീ ആണെന്ന് അതിൽ പറയുന്നില്ല, പ്രാദേശികവാസികൾക്ക് കിലോമീറ്റർ വെച്ച് പറയുന്നില്ല. പക്ഷെ ഒരു ടോൾ ഗേറ്റിൽ നിന്ന് പിന്നൊരു ടോൾ ഗേറ്റിലേക്കുള്ള കിലോമീറ്റർ 60 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു. പിന്നെ മന്ത്ലി പാസ് എടുക്കുന്നവർക്ക്, കൃത്യമായി എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് മന്ത്ലി പാസ് എടുക്കാനുള്ള ഒരു സൗകര്യവും നായി നമുക്കൊക്കെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലരും കാറുള്ള ആൾക്കാർ മന്ത്ലി പാസ് അടിച്ചുകൊണ്ട് 340 രൂപ കാറിന് അടിച്ചുകൊണ്ട് നമ്മൾ ഒരു ദിവസം തന്നെ മംഗലാരത്തേക്ക് എത്രയോ പ്രാവശ്യം പോകുന്നവരാണ് നമ്മൾ. അതിനെ നിങ്ങൾ ഇല്ലാതാക്കേണ്ട എന്നുള്ളതാണ് അപേക്ഷ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ടോൾ മന്ത്ലി പാസ്സാണ്. ഈ വെറുതെ സമരം ചെയ്യുക വേണം, ജനകീയ സമരങ്ങളാണ് വേണ്ടത്. അതിലെല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോട് കൂടി ചെയ്താൽ അത് വിജയിക്കും. അത്ര ജനകീയമായ പല ജനങ്ങളും ഒരുമിച്ച് കൊണ്ട് സമരം നടത്തിയാൽ വിജയിക്കുക ഉറപ്പ് തന്നെ. പക്ഷേ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അതിൽ ചിലർ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ പെട്ട ഒരാൾ തന്നെ വന്ന് ഒരു പാർട്ടിയെ അവഹേളിക്കുന്നു, നിങ്ങളുടെ കണക്ക് പറയും, നിങ്ങൾ എത്ര പേര് സമരം ചെയ്തു, നിങ്ങൾ ആരാണ് സമരം ചെയ്തത്. അപ്പോൾ അത് ഏറ്റവും ഓർമ്മിക്കേണ്ട വിഷയം, കന്നഡ മലയാള ചാനലുകളിൽ അന്ന് 2017 ഈ നവയുഗ അന്ന് ടോൾ പിരിവ് നടത്തുമ്പോൾ അന്ന് പ്രാദേശികവാസികൾക്ക് ഫ്രീ സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത് UDYF ആണ്. അതിൻ്റെ കൂടെ കർണാടകയിലെ കർണാടക രക്ഷണവേദിയിലെ നേതാക്കളും ഉണ്ടായിരുന്നു. അവർ അന്ന് അറസ്റ്റ് വരിച്ചിരുന്നു നമുക്ക് വേണ്ടി. അതൊക്കെ നമ്മൾ മറക്കരുത്. നമ്മൾ 10 വർഷങ്ങൾ അന്ന് ഈ ഫാസ്ടാഗ് വരുന്ന സമയം വരെ, കൊറോണ വരുന്ന സമയം നമ്മൾ സൗജന്യമായാണ് യാത്ര ചെയ്തത്. പലരും മിസ്യൂസ് ചെയ്തു. നമുക്ക് ഈ പ്രാദേശികവാസികൾക്കാണ് ഈ 5 കിലോമീറ്റർ ഉള്ളത്. ആർസ് നോക്കി അല്ലെങ്കിൽ ആധാർ കാർഡ് നോക്കിയാണ്, അഡ്രസ്സ് നോക്കിയാണ് നമ്മളെ സൗജന്യ യാത്ര നമുക്ക് നൽകിയിരുന്നത്. അതിനെ പലരും മിസ്യൂസ് ചെയ്തു. പലരും ലോങ്ങുള്ള നമ്മളെ റിലേഷൻ ആൾക്കാർക്ക് നമ്മുടെ ആധാർ കാർഡിനെ കോപ്പി എടുത്ത് അങ്ങനെ കൊടുത്തു. അതിൻ്റെ പ്രൂഫ് അവിടെ അന്ന് നവകയിലുണ്ടായിരുന്ന നമ്മുടെ നാട്ടുകാരായ സ്റ്റാഫ് തന്നെ അവർ ശേഖരിച്ചിരുന്നു. നമ്മൾ കോടതിയിൽ പോയാലും അവർക്കും അതിനെ കാണിക്കാനുള്ള പ്രൂഫ് ഉണ്ടാകും. അതുകൊണ്ട് ആര് ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് ഇനിയാണെങ്കിലും നമുക്ക് ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ 2.5 കിലോമീറ്ററാണ് ഫ്രീ. തലപ്പാടിയിൽ നിന്നും 2.5 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നുള്ളത് ചുരുക്കി 2.5 കിലോമീറ്റർ ചെയ്ത് പലരും സംസാരിക്കുന്ന 5 കിലോമീറ്ററാണ്. ടോൾ ഗേറ്റിൻ്റെ അപ്പുറത്ത് 2.5 കിലോമീറ്ററും ഇപ്പുറത്ത് 2.5 കിലോമീറ്ററും ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ കൃത്യമായി നമുക്ക് സമരം ചെയ്യാം. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരരുത്. ആ പാർട്ടിക്കാരെ നിങ്ങൾ അവഹേളിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള പാർട്ടിക്കാരും മിണ്ടാതിരിക്കുകയില്ല. കാരണം നമ്മളെല്ലാം ഒരേ മനസ്സോട് കൂടി നമുക്ക് വേണ്ട ആവശ്യം എന്താണോ അതിനു വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. അല്ലാതെ ടൈം പാസ്സാക്കാനും വേണ്ടി നമ്മൾ കോമഡിയൊക്കെ പറഞ്ഞാൽ അതൊരു കോമഡി ഗ്രൂപ്പായി മാറും. നമുക്ക് പലരും കോമഡി ചെയ്യാനും പല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമായ, ഒരു ഗൗരവമായ ഒരു ഗ്രൂപ്പിനെ ഒരു കോമഡിയാക്കി മാറ്റരുത്. അതിന് ആരാണോ ആദ്യം ശ്രമിച്ചത് അവർക്കെതിരെ ആക്ഷൻ കമ്മിറ്റി അവരെയാണ് ആദ്യം ഇതിന് തുടക്കം കുറിച്ചത്. ആരാണോ ഒരു പാർട്ടിയെ അവഹേളിച്ചത്, ആരാണോ വിമർശിച്ചത്, ആ വ്യക്തിക്കെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ എടുക്കേണ്ടത്. പിന്നെ തുടർന്ന് വരുന്ന പ്രസംഗങ്ങൾ അത് അണികൾ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ യാത്ര, സൗജന്യ യാത്ര, ടോൾ ഗേറ്റിലെ യാത്ര നമുക്ക് ഫ്രീ ആയി സൗജന്യമായി ലഭിക്കണമെങ്കിൽ മഞ്ചേശ്വരക്കാർ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ നിയമവശങ്ങൾക്ക് പരിശോധിച്ചയക്കണം. നമ്മൾ പൊസോട്ടുകാരെയും മൊസങ്കാടിക്കാരെയും നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്യാൻ വരൂ, ഈ ഗവൺമെൻറ് എന്താണോ റൂൾസിലുള്ളത് അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ആദ്യം അവരെ ബോധിപ്പിക്കുക. ഇല്ലെങ്കിൽ അത് പിന്നെ ഈ പ്രശ്നമാകും. കാരണം ഞങ്ങൾ എന്തിനാണ് വിളിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു.
ഇനിയും വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ കൃത്യമായി ഈ ആക്ഷൻ കമ്മിറ്റി ആരാണ് ഇതിൻ്റെ മുമ്പിൽ നേതൃത്വം വഹിക്കുന്നത് അവരാണ് ഇതിനെ കൃത്യമായും പ്ലാനോടുകൂടി മുന്നോട്ട് പോകുക. ഒരു സമരം ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ അതിനെ വാർത്താ മാധ്യമങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ച് വിളിക്കണം ആ വാർത്താ സമ്മേളനത്തിലേക്ക്, അല്ലെങ്കിൽ ആ വാർത്തകളിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ പല പ്രശ്നങ്ങൾ നടന്നു. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.